എല്ലാ മച്ചന്മാർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇവിടെ KCB പറ്റിയാണ്. KCBയുടെ ബില്ലുകളൊക്കെ ഇപ്പം സത്യം പറഞ്ഞ 1000 രൂപ താഴെയുള്ള ബില്ലുകൾ മാത്രമേ വരൂ ഡയറക്റ്റ് അടയ്ക്കാൻ സമ്മതിക്കത്തുള്ളൂ, ഗൂഗിൾ പേ. ഇപ്പം 1000-ന് മേലോട്ടുള്ള എല്ലാ പേയ്മെൻറ്റുകളും അവരിപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞ ഇന്നാണ് ഈ സംഭവമൊക്കെ വന്നു അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് സത്യം പറഞ്ഞ. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ അടച്ചു കേട്ടോ. ഇതൊക്കെ അങ്ങ് ഫ്രീ ആക്കിയായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ സുഖമായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മുടെ ഗുരുമന്ദിരത്തിൻ്റെയൊക്കെ അവിടെ നമ്മുടെ കമലാസൊക്കെ ഇരിക്കുന്നത് ആ സൈഡാണ്. എല്ലായിടത്തും വെള്ളക്കെട്ടായിരിക്കും നമ്മുടെ ചെങ്ങന്നൂർ. പൊതുവേ നമ്മുടെ ചെങ്ങന്നൂർ താഴ്ന്ന പ്രദേശമുണ്ട്. തീർച്ചയായിട്ടും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും, നമുക്കറിയാമല്ലോ. കുറച്ച് കഴിയുമ്പോൾ തന്നെ വലിഞ്ഞു പോകും. ഓടയൊക്കെ എനിക്ക് തോന്നുന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല രീതിയിൽ. വെള്ളം അത്രയ്ക്ക് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം എന്തായാലും റോഡിൽ കിടക്കും. കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. റോഡിൽ കൂടെ നടന്നു പോകുന്നവർക്ക് വണ്ടിയൊക്കെ അടിച്ച് തെറിപ്പിച്ചാണ് പോകുന്നത്. സൈഡിൽ കൂടെ ആൾക്കാർക്കൊന്നും നടന്നൊന്നും പോകാൻ പറ്റത്തില്ല. എന്തായാലും സത്യം പറഞ്ഞാൽ നല്ലൊരു കാഴ്ച. മഴ പെയ്ത് കഴിയുമ്പം ഈ അടിച്ചു വിട്ടാൽ വണ്ടി പോകുന്നത്, ആൾക്കാരെ തെറിപ്പിച്ചാണ് പോകുന്നത്. ആ വെള്ളം വീഴുന്നവർക്ക് നല്ലൊരു സുഖമായിട്ട് തോന്നില്ല, കാണുന്നവർക്ക് നല്ല സുഖമായിട്ട് തോന്നും. എന്തായാലും മഴ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഒരാൾക്കൂടെ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോഴാണ് മഴ വന്നത്. എന്തോ ചെയ്യാനെന്ന് പറയാം. നല്ല അടിപ്പ മഴയായിരുന്നു. അമ്മാതിരി റോഡിലെല്ലാം അമ്മാതിരി മഴയായിരുന്നു. പിന്നാണെങ്കിൽ പറയണം വണ്ടിയുടെ തിരക്ക്. പിന്നെ ഞങ്ങൾ വേണ്ട 150 അവിടെ നിന്ന് നല്ല അടിപൊളി വെള്ളം ഇടിച്ച് കുത്തി ഇങ്ങോട്ട് വരുന്നു. എൻ്റെ വെള്ളച്ചാട്ടം പോലെയൊക്കെ. എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ ക്യാമറയിലൊക്കെ പകർത്തി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ മഴ കണ്ടിന്യൂസ് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 18-നേക്കാളും മേലെ വെള്ളം വരും. അമ്മാതിരി പെയ്ത് കഴിഞ്ഞാൽ. എന്തായാലും വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ ഒത്തിരി നഷ്ടങ്ങളുണ്ടാകും. വരാതിരിക്കട്ടെ, അല്ലാതെ എന്ത് പറയാൻ പറ്റുമല്ലേ.